ഹായ് ഫ്രണ്ട്സ്, ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ മേലൊക്കെ കഴുകി മിറ്റമൊക്കെ അടിച്ചിട്ട് കയറി വന്നതാണ്. ചേട്ടാ സാധനം മേടിക്കാൻ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. സമയത്ത് ഞാൻ പിന്നെ ഒരു ചായ ഇട്ട് കുടിച്ച് കുഞ്ഞിനെയും കുളിപ്പിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചേട്ടായി ഒരാഴ്ചത്തേക്ക് സാധനം ഒരുമിച്ചാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. എന്നാലും തികയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കറി വെക്കാനും അതും പിന്നെയും മേടിക്കേണ്ടി വരും. കറി വെക്കാൻ മേടിച്ചാണ് പൈസ ചിലവാകുന്നത് മൊത്തമേ. സവോള, കരിയാപ്പില, പിന്നെ എനിക്ക് കഴിക്കാനുള്ള പൊറോട്ട. കാരണം കാപ്പിയൊക്കെ വരുമ്പോൾ താമസം എടുക്കും. പിന്നെ മസാലക്കൂട്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ റവയാണ് മേടിച്ചുകൊണ്ട് വന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചാണ്. പിന്നെ ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാമാണ് മേടിച്ചത്. പോത്ത് മേടിക്കുമ്പോൾ പക്ഷേ വില കാരണം ഞങ്ങൾ എല്ല് തന്നെ മേടിച്ചു. പിന്നെ കഴിഞ്ഞ ആഴ്ച ലിവർ റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉപ്പുമാവിന് വേണ്ടിയുള്ള പരിപാടി തുടങ്ങി. ക്യാരറ്റ്, സവോള, പച്ചമുളക്, പിന്നെ കുറച്ച് ബീൻസ് കഴിഞ്ഞെടുത്തിട്ടുണ്ട്. കരിയാപ്പില ഏട്ടായി കൊണ്ടുവന്നതാണ്. ഇപ്പോഴേ ഭയങ്കര വലിയ ഇലയാണ്. ഇല കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നി. പിന്നെ ഞാൻ പിച്ചാത്തി കൊണ്ടാണ് ഇന്ന് അരിയുന്നത്. എനിക്ക് നല്ല സ്പീഡാട്ടോ, ഇതുകൊണ്ടാണ് അരി നല്ല മൂർച്ചയുണ്ട്. ചേട്ടായി ഇറച്ചി വലിയ കത്തിയും കൊണ്ട് ഞുറുക്കുമായതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പിച്ചാത്തി എടുത്താണ്. പിന്നെ കുഞ്ഞിൻ്റെ സമയത്ത് ഉറങ്ങുമോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് വന്നിരുന്ന് ഇതെല്ലാം വലിച്ചുകൊണ്ടൊക്കെ പോകുന്നതായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് തീർന്നു. പിന്നെ അടുത്ത് ഇനി ഉപ്പുമാവ് ഉണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇനി പപ്പടം വറക്കണമെന്ന് ചേട്ടായി പറഞ്ഞു. ക്യാറ്റ് തിന്ന് നോക്കി, നല്ല ഫ്രഷ് ക്യാറ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ചേട്ടായി എല്ലൊക്കെ നുറുക്കി മാറ്റി വെച്ചു. പിന്നെ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, നെയ്യും മാറ്റി വെച്ചു. ഞാൻ പിന്നെ സവാളയും പച്ചമുളകൊക്കെ മാറ്റി എടുത്ത് വെച്ചതാണ് അരിയാൻ വേണ്ടി. പിന്നെ ചേട്ടായിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത്. എനിക്ക് ഇറച്ചി മീനൊക്കെ കൊണ്ടുവന്നാലും കഴുകി തരും കേട്ടോ, പാവമാണേ. പിന്നെ പഴയ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഫോണിന് അഡിക്റ്റാണ് കേട്ടോ. എപ്പോഴും പഴയ സിനിമ കണ്ടുകൊണ്ടിരുന്നേ എനിക്ക് പണിയൊക്കെ ചെയ്ത് തരുള്ളൂ. പിന്നെ രാവിലെ വെയിൽ തെളിഞ്ഞുകൊണ്ട് ഞാൻ കുറേ തുണി ഉണക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പിന്നെ പാറപ്പുറത്തേക്ക് വിരിച്ചിട്ട്, ഇനി രണ്ടായ കാണുന്ന താഴത്തെ വീട്ടിലെ ചേച്ചി കെട്ടിയേക്കുന്നത്, അവർക്ക് സൗകര്യക്കുറവായതുകൊണ്ട് തന്നെ ഇവിടെ തുണി വിരിക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒന്നും വിരിക്കുന്നതിനൊന്നും. പാവം ഒരു ചേച്ചിയാണ്. അപ്പോൾ എനിക്കും പറ്റുന്ന സഹായമൊക്കെ ചെയ്തു തരുന്നതുകൊണ്ട് ഞാനൊന്നും പറയത്തില്ല. പിന്നെ നമ്മൾ മനുഷ്യ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് പിന്നെ ചേച്ചി വരുന്ന എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം കാറ്റത്തും മഴയ്ക്കും മറിഞ്ഞു വീണാണ് വാഴയെ. പിന്നെ പുറകിലാണ് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. കപ്പയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അപ്പുറത്തെ പറമ്പാട്ടോ, ഇത് പറമ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു തോട്ടമാണ്. റംബൂട്ടാനും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഞങ്ങൾക്ക് കുറേ റംബൂട്ടാനൊക്കെ പറിച്ചു തന്നു. നല്ല മുഴുത്ത റംബൂട്ടാനായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ പപ്പടം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ തോട്ടങ്ങളൊന്നും കണ്ട പരിചയമൊന്നുമില്ല. ഇവിടെയൊക്കെ വന്നപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ലൊരു ഭംഗിയാണ് തോട്ടം കാണാൻ. പിന്നെ ആർക്കും അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല, മുള്ളുവേലിയിട്ടേക്കാണ് മൊത്തത്തിൽ. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കയറി എല്ലാം പറിച്ചുകൊണ്ട് പോവുകയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഉപ്പുമാവിനുള്ള പരിപാടി തുടങ്ങി. കടുക് പൊട്ടിച്ചു. പിന്നെ ഇതെല്ലാം വഴറ്റി വന്നു. വഴറ്റി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. ഇതെന്ന് പറഞ്ഞാൽ സവോള, പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ കരിയാപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഫുള്ള് ഞാൻ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അരക്കില ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെയും വൈകിട്ടത്തേനും കഴിക്കാം. രാത്രിയിൽ എനിക്ക് ചോറ് കഴിപ്പിച്ചിട്ട് പാടാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ടത്തിനോട് കൂട്ടി എനിക്ക് ഇറച്ചി ഉള്ളപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേണം. ചോറ് തിന്നാൻ ഭയങ്കര മടിയാണ്. ചില സമയത്ത് ചോറ് മാത്രം മതി. എനിക്ക് അങ്ങനെയൊക്കെ ഓരോരോ നിർബന്ധങ്ങളുള്ള സ്വഭാവമാണ്. പിന്നെ ഞാൻ സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു. പിന്നെ ഇറച്ചിക്ക് മസാലയും ചേർത്ത് ഒരുമിച്ചാണ് കുക്കറിനകത്ത് വേവിച്ചെടുത്തത്. അപ്പോൾ പിന്നെ എളുപ്പപ്പണിയായിരുന്നു. പിന്നെ ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം കൂട്ടി കഴിച്ചു. അതിനുശേഷം പിന്നെ മുറിക്കകത്ത് ഇച്ചിരി പണിയായിരുന്നു. ഇത് അലമാരിയാണ്. ഇത് പഴയൊരു അലമാരിയായിരുന്നു. ഇത് കുറേ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് 2 പല്ലിമുട്ട കിട്ടി. ചേട്ടാ എന്നെ കാണിച്ചു തരുമായിരുന്നേ. പല്ലി ഭദ്രമായിട്ട് ഇട്ടിരുന്നതായിരുന്നു. പക്ഷേ അപ്പോൾ ചേട്ടാടെ നിന്ന് താഴെ പോയി കേട്ടോ. മാറ്റി വെക്കാമെന്നൊക്കെ ഓർത്തുണ്ടായിരുന്നു. പിന്നെ ഈ അലമാരി പൊളിക്കാൻ പോകട്ടെ, വേറെ ഒന്നുമല്ല, അപ്പടി ചേതലാണ് കേട്ടോ. ഒത്തിരി നാളായ അലമാരിയാണ്. ഒരു ഫ്രണ്ടിലത്തെ കതക് മാറിയായിരുന്നു. അപ്പോൾ ആ കതക് ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അകത്തേന്ന് കയറിയതാണ്. ഇതിലോട്ടും ചെതലായി. പിന്നെ തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെതൽ. ഞാൻ എപ്പോഴും അടിക്കുകയോ വരുമൊക്കെ ചെയ്യുന്നതായിരുന്നു. പക്ഷേ എന്നാണ് ഭയങ്കരമായിട്ട് ഈർപ്പം നിന്നിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ചേട്ടാ അതെല്ലാം അടിച്ച് പൊട്ടിച്ചു. പിന്നെ ഇത് കൊള്ളുകയല്ല കേട്ടോ, ചെതുക്ക് പോലത്തെ ആയിപ്പോയായിരുന്നു. ഒരുപാട് വർഷം ആയതായിരുന്നു ഈ അലമാര. പിന്നെ ചേട്ടാ ഈ ഡ്രോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് മാറ്റിയതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. പിന്നെ അത് കയറ്റി വെച്ചാൽ പിന്നെയും ചെതലാകുകയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അത് എടുപ്പിച്ചില്ല. പിന്നെ ആ സമയത്ത് ഭയങ്കര പെരുമഴയായിരുന്നു കേട്ടോ. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ തോട്ടത്തിൽ വിറകിന് പോയിട്ടുണ്ടായിരുന്നു. ചേട്ടായും കുഞ്ഞിനൊന്നും വന്നില്ല ഈ പ്രാവശ്യം. ഞാൻ പെട്ടെന്ന് പോയി പെറുക്കിക്കൊണ്ട് വന്നേ. കഴിഞ്ഞ പ്രാവശ്യം വിറകിന് പോയപ്പോൾ ഞങ്ങളൊരു വാക്കത്തി മിസ്സായിരുന്നു. പാലക്കാട് നിന്ന് കൊണ്ടുവന്നായിരുന്നു ചേട്ടായി. പക്ഷേ ഇതുവരെ കിട്ടിയില്ല കേട്ടോ. ഞാൻ നേർച്ചയൊക്കെ നേർന്നായിരുന്നു. അങ്ങനെ കാണാൻ പോയ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ചേട്ടായി കാണാൻ ഭയങ്കര മറവിയായി. ചേട്ടായുടെ കൂടിയപ്പോൾ എനിക്കും മറവിയായി. പിന്നെ കുഞ്ഞിന് ആ സമയത്ത് ഉറങ്ങി. ഇത് രാവിലത്തെ ഉറക്കമല്ല, അത് ഉച്ച കഴിഞ്ഞത്തെ ഉറക്കമാണ്. പിന്നെ എഴുന്നേറ്റ് ബിസ്ക്കറ്റും തിന്നു, പാലും കുടിച്ചു. അപ്പം തന്നെ കുടിച്ചോളും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.